പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് വരില്ല. കാരണം രാഹുൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മോദിജി അല്പം വിയർക്കേണ്ടി വരും എന്നത് തന്നെ. രാജ്യത്തിന്റെ എയർപോർട്ടും സമ്പത്തും പ്രതിരോധ സംവിധാനവും എല്ലാം സമ്മാനിക്കാൻ മാത്രം മോദിജിക്ക് അദാനിയുമായി എന്താണ് ബന്ധം? ഇതായിരിക്കും രാഹുൽ മോദിയോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ വിളിച്ചു വരുത്തി മോദിജി സമൂസ നൽകി സൽക്കരിച്ചു. ചൈനീസ് പട്ടാളം നമ്മുടെ അതിർത്തി കൈവശപ്പെടുത്തി താവളമടിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാവും മറ്റൊരു ചോദ്യം. മോദിജി, താങ്കൾ എന്തിനാണ് അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്ന് രാജ്യത്ത് 2 തരം സൈനികരെ സൃഷ്ടിക്കുന്നത്? ഇതുകൊണ്ട് ആർക്കാണ് ഗുണമെന്ന് രാഹുലിനും രാജ്യത്തെ ജനങ്ങൾക്കും അറിയണം. ചോദ്യങ്ങൾ ഇതൊക്കെ ആയതിനാൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പാണ് മോദിജി ഒരിക്കലും സംവാദത്തിന് വരില്ലെന്ന്. മോദി പറയുന്ന സ്ഥലത്ത്, മോദി നിശ്ചയിക്കുന്ന സമയത്ത് സംവാദത്തിന് രാഹുൽ റെഡിയാണ്. പക്ഷേ മോദി വരില്ല. മോദി വന്നാൽ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രതിസന്ധി എന്നീ വിഷയങ്ങളെക്കുറിച്ചെല്ലാം രാഹുൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. മോദി പ്രവർത്തിക്കുന്നത് മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ 10 വർഷവും ലാഭമുണ്ടാക്കിയത് അദാനിയാണെന്ന് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഓർക്കണം. ചാന്ദിനി ചൗക്കിലെ സാധാരണ കച്ചവടക്കാർക്ക് വേണ്ടി മോദി എന്താണ് ചെയ്തതെന്ന് രാഹുൽ ചോദിച്ചു. GSTയും നോട്ട് നിരോധനവും ബാധിച്ചത് ചെറുകിട കർഷകരെ മാത്രമാണ്. അംബാനിയുടെയും അദാനിയുടെയും ബില്യൺ കണക്കിന് രൂപ മോദി എഴുതി തള്ളി. റെയിൽവേയും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുകയാണ് മോദി ചെയ്തത്. ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ മോദി പണം കൊള്ളയടിച്ചു. ഇതിനായാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. GSTയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ചെറുകിട കച്ചവടക്കാർക്ക് വളരാനാകൂവെന്നും അതിലൂടെ മാത്രമേ തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കൂവെന്നും രാഹുൽ പറഞ്ഞു. അതോടൊപ്പം ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമെന്നും ഈ കുടുംബത്തിൽ നിന്ന് ഓരോ സ്ത്രീയെ വീതം തിരഞ്ഞെടുത്ത് ആ സ്ത്രീയുടെ അക്കൗണ്ടിൽ പ്രതിവർഷം 1 ലക്ഷം രൂപ ഇന്ത്യ മുന്നണി നൽകുമെന്നും രാഹുൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷവും മോദി സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം 22 മുതൽ 25 വരെ അതിസമ്പന്നർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി എഴുതി തള്ളിയ തുക ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 24 തവണ വേതന നൽകാമായിരുന്നുവെന്നും രാഹുൽ ആരോപിച്ചു. മെയ് 25-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിൽ 4 സീറ്റുകളിൽ കോൺഗ്രസും ബാക്കി 3 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുമാണ് മത്സരിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. ഞാൻ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യും, കെജ്രിവാൾ കോൺഗ്രസിനും വോട്ട് ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദിയുടെ മണ്ടത്തരങ്ങളെയെല്ലാം രാഹുൽ കണക്കറ്റ് പരിഹസിച്ചു. മേഘത്തിന്റെ മറവിൽ യുദ്ധവിമാനം പറത്തിയാൽ റഡാറിൽ വരില്ലെന്നടക്കമുള്ള മണ്ടത്തരങ്ങൾ മോദി മുമ്പ് വിളമ്പിയിട്ടുണ്ട്. തന്റെ ചെറുപ്പത്തിൽ ഈദിന് മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ ഭക്ഷണം എത്തിച്ചു തന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ശുദ്ധ വെജിറ്റേറിയനായ മോദി എങ്ങനെയാകും അത് സ്വീകരിച്ചിട്ടുണ്ടാകുകയെന്നും രാഹുൽ ചോദിച്ചു. കോവിഡ് വൈറസിനെതിരെ പാത്രം കൂട്ടിയതും ടോർച്ച് കത്തിച്ചതുമൊക്കെ എന്തിനായിരുന്നുവെന്നും രാഹുൽ ചോദിക്കുന്നു. ഒരു സൈഡിൽ മോദി തെരഞ്ഞെടുപ്പ് റാലികളിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കെ വെറുപ്പിന്റെ ബസാറിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് രാഹുൽ ഗാന്ധി. കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഹുൽ മുന്നേറുമ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് മോദിയുടെ പൊള്ളത്തരങ്ങളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.